യേശുവിലേറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഈ പ്രഭാതത്തിൽ ഉണരുമ്പോൾ ദൈവം തരുന്ന വലിയൊരു വാഗ്ദാനമാണ് ഇന്ന് നിങ്ങളും അച്ഛൻ പങ്കുവയ്ക്കുന്നത്. അതായത് സുഭാഷിതങ്ങളുടെ പുസ്തകം 16-ാം അധ്യായം 3-ാം വാക്യത്തിൽ എന്നാ പറഞ്ഞെന്നറിയോ? എൻ്റെ പ്രയത്നങ്ങളെല്ലാം കർത്താവിനെ ഫലമേൽപ്പിക്കുക, എൻ്റെ പദ്ധതികൾ ഫലമണിയും. പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിച്ചു നോക്കി. ഈ ദിവസം ജോലിക്ക് ആദ്യമായിട്ട് പോകുന്നവരായിരിക്കാം, വിസയുടെ പ്രോസസ്സിങ് പോകുന്നവരായിരിക്കാം, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം, ഏതുമായിക്കൊള്ളട്ടെ, ഇന്ന് നീ ദൈവസന്നിധിയിലേക്ക് നിൻ്റെ പ്രയത്നങ്ങളെല്ലാം, നിൻ്റെ സ്വപ്നങ്ങളെല്ലാം, നിൻ്റെ ആഗ്രഹങ്ങളെല്ലാം സമർപ്പിച്ചോളൂ. കർത്താവ് നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് വചനം പറയുന്നത്. ദൈവം നമ്മുടെ പരിശ്രമങ്ങൾക്ക് സ്ഥിരതയും ലക്ഷ്യവും നൽകും. ഞാൻ അധ്വാനിക്കുന്നു, ദൈവസന്നിധി സമർപ്പിക്കുന്നു, ദൈവം അത് 100% ഫലം അണിഞ്ഞ് എന്നെ അനുഗ്രഹിക്കും. വീണ്ടും പ്രിയമുള്ളവരെ, നമ്മളങ്ങനെയൊക്കെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പദ്ധതി അനുസരിച്ച് അല്ല പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെങ്കിൽ പോലും നമുക്ക് ടെൻഷൻ വേണ്ട കേട്ടോ. എന്നാൽ ആ എല്ലാ പ്രവൃത്തിയിലൂടെയും കൂടുതൽ നന്മയ്ക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. ദൈവസന്നിധി സമർപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ വിചാരിക്കുന്ന പോലെയെല്ലാം വിജയമായി മാറുമെന്ന് എനിക്ക് തോന്നിയില്ലെങ്കിൽ പോലും ഒരു കാര്യം ഓർത്തോളൂ, ദൈവം എൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണ് ഇതെല്ലാം ചെയ്യാൻ പോകുന്നത്. അതുപോലെ ലക്ഷ്യങ്ങൾ നേടാൻ ഒറ്റപ്പെട്ട യാത്ര നടത്തുന്നതിന് പകരം ദൈവത്തെ പങ്കാളികളായി കൂടെ നിർത്തിക്കൊണ്ട്, അതിൽ നമ്മൾ കൂടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ എല്ലാ വിജയവും സുനിശ്ചിതമാണ്. എല്ലാം കർത്താവ് ക്രമപ്പെടുത്തും. മറക്കരുത്, ഇന്നത്തെ എൻ്റെ എല്ലാ അധ്വാനങ്ങളും, എൻ്റെ പ്രവൃത്തികളും, ഞാനുമായി ബന്ധപ്പെട്ട സകല അവസ്ഥകളും ഈ വചനത്തെ യോഗ്യതയാൽ പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിച്ചോളൂ. കർത്താവ് എനിക്ക് വേണ്ടി ഇടപെടാൻ പോവുക, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ പോവുക. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വാഗ്ദത്ത പേടകത്തിലേക്ക് നിങ്ങളുടെ എല്ലാ നിയോഗവും സമർപ്പിച്ചോളൂ. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. വിശ്വസിച്ചോളൂ, ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. അച്ഛൻ ഈശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ശംശാകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഒരു നല്ല ദിവസം എല്ലാവർക്കും ആശംസിക്കുന്നു.